Besta. അതിലായിരമാശകളാലൊരു പൊൻപറയും തേൻ വണ്ടു ഞാൻ മലരേ തേൻ വണ്ടു ഞാൻ ഒരു മധുരക്കിടാവിൽ ലഹരിയിലെങ്ങും കുടമുല്ലപ്പൂ വിരിഞ്ഞു അതിലായിരമാശകളാലൊരു പൊൻപറയും തേൻ വണ്ടു ഞാൻ മലരേ വണ്ടു ഞാൻ. മദനശേഖരം നയന മദന ശിശിരാമരം ചിരിമണിയിൽ ചെറുകിളികൾ മേഘനീലമൊഴുകി വരൂ പൂഞ്ചുരുൾ ചാരിൽ എന്തൊരുന്മാദം എന്തൊരാവേശം ഒന്ന് പുൽകാൻ ഒന്നാകുവാൻ അഴകേ ഒന്നാകുവാൻ ഒരു മധുരക്കിടാവിൽ ലഹരിയിലെങ്ങും കുടമുല്ലപ്പൂ വിരിഞ്ഞു അതിലായിരമാശകളാലൊരു പൊൻപറനീ തേൻ വണ്ടു ഞാൻ മലരേ തേൻ വണ്ടു ഞാൻ. ൊഴുകുന്നതോ കനകനിരികളുതിരുന്നതോ പനിമഴയോ പുലരൊളിയോ കാലഭേദമെഴുതിയൊരി കാവ്യസംഗീതം കല്ലുതാരുണ്യം കണ്ണത്തേക്കിന്ന അത് വീഴും തേൻ വണ്ടു ഞാൻ നനയും തേൻ വണ്ടു ഞാൻ ഒരു മധുരക്കിടാവിൽ ലഹരിയിലെങ്ങും കുടമുല്ലപ്പൂ വിരിഞ്ഞു അതിലായിരമാശകളാലൊരു പൊൻവരനീ തേൻ വണ്ടു ഞാൻ മലരേ തേൻ വണ്ടു ഞാൻ. നിരവധി സിനിമാ താരങ്ങളുടെ ശബ്ദ താരങ്ങളെ ഞങ്ങൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നല്ലൊരു കൈയ്യടിയോട് കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
എന്താ സത്യം. അല്ല ഇവിടെ സിനിമാ താരൻ ശബ്ദം എടുക്കാൻ പോവാണ്. ഞാൻ സത്യന്റെ സൗണ്ട് എടുക്കും. സത്യന്റെ ശബ്ദം എടുക്കുമെന്ന് അതിനാണ് ഈ വേഷം കിട്ടുവന്നിരിക്കുന്നത്. ആ പിന്നെ ഇവിടുത്തെ നാട്ടിലെ സത്യന്റെ ആരാധന അല്ലേ? അതെ. പേര് പേര് സുരേഷ് പി പി. സുരേഷ് പി പി. അപ്പൊ സുരേഷ് പി പിക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കണം. അദ്ദേഹം സത്യന്റെ ശബ്ദം നമുക്കൊന്ന് നോക്കാം അല്ലേ? സത്യന്റെ ഒരു കോമഡി ഡയലോഗ്. ഓ സത്യന്റെ കോമഡി ഡയലോഗ്. സത്യന്റെ ഒരു കോമഡി ഡയലോഗ്. ഓക്കെ. അല്ല സത്യന്റെ ഒരു കോമഡി ഡയലോഗ്. അമ്മേ അമ്മച്ചി എനിക്ക് ക്ഷയമാണോ അമ്മേ? ആണോ? അല്ല, കൊര, പട്ടിയുടെ കൊര. എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട്, പിറന്നാൾ കഴിഞ്ഞിട്ട് ഏതാണ്ട് 8 yearsആയി, 13.5 വർഷം. ഇതുവരെ ഒരു ഷോർട്ട് കാൽ കാണാനായില്ല, കുഞ്ഞിക്കാൽ കാണാനായില്ല. നോ നെവർ. ഇതിനിടയിൽ ഞാനൊരു തീർത്ഥാടനത്തിന് പോയിട്ട് റിട്ടേൺ വരുമ്പോൾ, മുമ്പോട്ട് നടക്കുമ്പോൾ മുറ്റം നിറയെ സൺസ്, കുട്ടികൾ, പിള്ളേര്, പച്ച കൊളന്ത, സരള, ചരളേക്കടന്ന് ഉരുളി, ചരുവം, ചെമ്പോട്ടി, ബക്കറ്റ്. തെറ്റുകാരിയാണോ അമ്മേ? തള്ളയുടെ ചെവിയിൽ ആപ്പാണോ? അല്ല, അണ്ണാക്കിൽ പഴം, ഏത്തപ്പഴം. നല്ലൊരു സൈഡ് കൊടുക്കാം നമ്മുടെ നാട്ടിലെ താരത്തിന്. അപ്പൊ വെറുതെ ഇരിക്കണം അവിടെ. ഞാനിങ്ങനെ ശബ്ദതാരങ്ങളെ ചേട്ടൻ എടുക്കോ? ഞാനൊരു ചെറിയ സൗണ്ട് സൗണ്ടാണ്. ഇത്ര കൈ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൈ കിട്ടും മിക്കവാറും. അല്ല കൈയല്ല, ഞാനൊരു ഹൈ ആയിട്ടൊരെണ്ണം ചെയ്തു. പറഞ്ഞു നോക്ക്. അത് മലയാള സിനിമയിലെ നമ്മളേക്ക് വിട്ടു പറഞ്ഞു പോയ ഒരു നടനുണ്ട്. രാജബിദേവ്. രാജബിദേവിന്റെ ശബ്ദം നോക്കട്ടെ. നോക്കൂ. മകനെ അല്ല ചേട്ടൻ പറ, ഇവക്കടെ കല്യാണക്കുറി അവളും അവക്കടെ കല്യാണക്കുറി ഇവളും എടുക്കും. ഇരാ ഭഗവാന്മാർക്കും കഷ്ടകാലമുണ്ട് എന്നും പറഞ്ഞാലും തോളി കയറി കളിക്കലില്ല. ആ പളോ എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. സൂപ്പർ ആയിട്ടില്ല. ഇനിയൊരു ശബ്ദമാണ്. ഇനി ശബ്ദം ഞാനൊക്കെയുണ്ട്. ഏതാണ്? ജാഫർ ഇടുക്കിയുടെ ശബ്ദം. ജാഫർ ഇടുക്കി. കലാഭവൻ ജാഫർ. നല്ലൊരു നമ്മുടെ ജാഫർ നല്ലൊരു കൈയടി കൊടുക്കാം. ജാഫർക്ക് ഒരു കോഴിത്തൂവിൽ ചെവിയിലിടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം. കോഴിത്തൂവിൽ ചെവിയിലിടുമ്പോ? അതെ. അത് നമുക്ക് നോക്കാം എങ്ങനെയാ നോക്കാം. അയ്യടി എന്നാ സുഖാണ്. എനിക്ക് പറ്റൂല. എനിക്ക് ഏതെങ്കിലും പാവപ്പെട്ട ഏതെങ്കിലും കോഴിയില്ലാത്തൊരു വീട്ടിൽ പോയി കോഴിനെ അടിച്ചു മാറ്റിച്ച് അതിന്റെ തൂലിയെ വീണ്ടും ചത്താൻ മതിയായിരുന്നു. എനിക്ക് 5-ാം പനി. എനിക്ക് വേറൊരു സംഭവം അടുത്ത പെട്ടെന്ന് എടുക്കാം. ഈ നമ്മുടെ പഴയകാല സിനിമയിലൊക്കെ പുള്ളി ഇച്ചിരി നല്ല ഹീറോ ആയിരുന്നു. ഇട്ടക്കാലം കൊണ്ട് നമ്മുടെ പ്രേംകുമാർ. ഒന്ന് നോക്കാം. വല്യമ്മ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്താണല്ലേ ഉതളങ്ങ. എടാ ചേട്ടൻ പാപ്പയുടെയും അനിയൻ പാപ്പയുടെയും ഫോട്ടോകളുടെ ഞാൻ സൂക്ഷിക്കുന്നത്. അമ്മായി ഇങ്ങനെയുണ്ട്. അടിപൊളിയായിരുന്നു. അവസാനമായിട്ട് ഞാനൊരു ശബ്ദം. ഏതാണ്? നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ശരത് സാറിന്റെ. ശരത് സാർ. അത് എല്ലാവർക്കും അറിയാം. ഐഡിയ സ്റ്റാർ സിംഗർ. നോക്കാം നമുക്ക്. എന്താ മകളെ ഇങ്ങനെ ഇരിക്കുന്നേ? മകളൊന്ന് കൈയടിച്ച മകളെ. അവിടെ ഇവിടെ ഒക്കെ പൊട്ടി മോനെ. സംഗീതം എന്ന് പറഞ്ഞാൽ വലിയൊരു തെങ്ങ. അങ്ങ് കയറി പോണം. മൂടില്ലാത്ത തെങ്ങാണെങ്കിൽ താഴെ വീട് മൂട് പോകും മോനെ. തുണ്ടുവിലൊക്കെ പാടിയപ്പോൾ എന്താ കാട്ടിയത്? പാടിയപ്പം ടെമ്പോ അങ്ങ് വന്നില്ല മക്കളെ. ഒരു പെട്ടി ഓട്ടോറിക്ഷയെങ്കിലും പിടിച്ചോണ്ട് പോരാൻ മേലായിരുന്നോ? നന്നായിരുന്നു മോനെ, സൂപ്പറായിരുന്നു. അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു ശബ്ദം. നമ്മുടെ ഈ കുങ്കുമപ്പൂ സീരിയൽ കത്തിക്കേറിങ്ങനെ ടൈം ആയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജോക്കർ സിനിമ. അപ്പൊ അതിലേക്ക് നമ്മുടെ ടി എസ് രാജു വേറെ നല്ല വെറൈറ്റി ശബ്ദമുള്ള പുള്ളി. വെറൈറ്റി ശബ്ദം നോക്കാം. ഒന്ന് പ്രതീക്ഷിച്ച് നോക്കാം. ഓക്കെ. വിലാസിനി സൂതിയെ പഠിപ്പിക്കാൻ പണമുണ്ടോ? ഉണ്ടോ? കണ്ട ചാട്ടറേം പൊട്ടനെയൊക്കെ ചേർത്ത് എന്റെ സർക്കസ് കമ്പനി പൂട്ടിച്ചപ്പോ നിനക്ക് തൃപ്തിയായി? ഷോ ഐസോ എങ്ങനെയുണ്ട്? അടിപൊളി. ഏറ്റില്ല. ഇവിടെ മോഹൻലാലിന്റെ ആരാധകരുണ്ട്. മോഹൻലാലിന്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. മോഹൻലാലിന്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. ചേട്ടാ ഇച്ചിരി ബേസ് ഇട്ടിട്ട് ഇച്ചിരി ഉറപ്പൊക്കെ ഇട്ടിട്ട് മോഹൻലാലിന്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ കൈയടിക്കണം, ഇല്ലെങ്കിൽ കട്ടങ്കല്ലും വാരി എറിയരുത്. ഉപദേശിച്ചാൽ മതി, നന്നായിക്കോളാം.
6-ാം തമ്പുരാനിൽ ഒരു മോഹൻലാൽ പറഞ്ഞൊരു മനോഹരമായ ഡയലോഗ്. സംഗീതം അലഞ്ഞിട്ടുണ്ട്, അതും തേടി. നിലാവിൽ യമുനയുടെ കരയിൽ നക്ഷത്രം എണ്ണിക്കിടക്കുന്നവന് ഒരു വെളിപ്പാടുണ്ടാകും. എന്താ? ഗ്വാളിയറിലേക്ക് വെച്ച് പിടിപ്പിക്കാൻ. എന്തിനാ? ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണം. ഗ്വാളിയർ, ഖരാനകളുടെ ഗ്വാളിയർ, ന്യാറ്റിൻസിന്റെ ഗ്വാളിയർ. ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന മോഹത്തോടെ കയറി ചെന്നത് ഒരു പഴയ സിംഹത്തിൻ്റെ മടയിൽ. ഉസ്താദ് ബാദുഷാ ഖാൻ, മൂപ്പര് നല്ല ഫിറ്റാ. എന്താ കാര്യം? നല്ല ക്ലാസ് ഫാൻ. ആവശ്യം അറിയിച്ചു, ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. ഗുരുതിൻ്റെ ഇടപോട്ട കേശയിൽ എന്ത്? ഒന്നുമില്ല. സംഗീതത്തിൻ്റെ ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ചു തന്ന അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് ഒരു സാധനങ്ങൾ അലക്കി പാടി മുഴുവിക്കും മുമ്പ് വിറകളാർന്ന കൈകൾ കൊണ്ട് മെല്ലെ ചേർത്ത് പിടിച്ചു. ഹൃദയത്തിൽ ഭാഗം, മനസ്സിൽ സംഗീതവുമായി കാലം ഒരുപാട്. സപ്നോം കി സിന്ദഗി ജോ കഭി നഹി ഖതം ഹോ ജാതി ഹൈ. ശംഭോ മഹാദേവ്. താങ്ക് യു. അടിപൊളി. അപ്പൊ അങ്ങനെയാണ് മമ്മൂട്ടിയുടെ ആരാധന. മമ്മൂട്ടിയുടെ ആരാധന. മമ്മൂട്ടി മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് ഡയലോഗുകൾ വെച്ച് കാച്ചുന്ന ആളാണ് മമ്മൂട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇംഗ്ലീഷായിട്ട് വലിയ ബന്ധമില്ലാത്ത കാരണം ഇംഗ്ലീഷ് പറഞ്ഞ സ്ഥലത്ത് ചെറിയൊരു ട്വിസ്റ്റ് നടക്കും. അതുകൊണ്ട് ക്ഷമിക്കണം. മമ്മൂട്ടിയുടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ശബ്ദം. ഗ്രഹണം വായിച്ചാലും സൂര്യൻ കറുത്ത മുരട്ടുന്നാൽ പുറത്തു വരും. അതുപോലെ തന്നെയാണ് സത്യവും. ഒളിച്ചു വയ്ക്കാം, മറച്ചു വയ്ക്കാം. പക്ഷെ ഒരു നാൾ അത് പുറത്തു വരും. മിസ്റ്റർ സുപ്രീം ടെൻഡർ ഓഫ് പോലീസ്, shall I remind you something? Unbecoming that the game and manipulation, the political ഇനി കംപ്ലീറ്റ് ഇംഗ്ലീഷ് അതുകൊണ്ട് നമുക്ക് കിട്ടൂല. എന്താണെങ്കിലും ഞാൻ സത്യന്റെ ഇതിനകത്തുള്ളൊരു പാട്ട് പാടാൻ പോവുക. അടിപൊളിയായിരുന്നല്ലോ, സെറ്റപ്പായിരുന്നു. നല്ലതായിരുന്നു. പക്ഷെ ഇയാള് ഭയങ്കര കറുപ്പാണല്ലോ, ഈ വെളിച്ചത്ത് കാണാൻ പറ്റുള്ള. വെളുത്ത ആൾക്കാർ ഇവിടെ ഈ കറുപ്പിനൊക്കെ എന്താ? നീ അങ്ങനെ കറുപ്പിന് അങ്ങനെ ആക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല. കറുപ്പിന് 7 അഴകാണ്. കറുപ്പിന് 7 അഴകാ. പക്ഷെ ബാക്കി 93 അഴകും വെളുപ്പിനാ. നീ എത്രയിലെ കൂട്ടിയത്? 100. ഞാൻ കൂട്ടിയത് 10ലാണ്. അങ്ങനെ നീ കറുത്തവരെ ആക്ഷേപിക്കേണ്ട കാര്യമില്ല. എന്റെ കൂട്ടുകാരെല്ലാവരും ശക്തി തെളിയിച്ചു. എന്റെ കറുത്ത ചേട്ടന്മാര് കറുത്ത ചേച്ചിമാര് ഒന്ന് ഉറക്കിയത് കൈയടിച്ചേ. കണ്ടടാ കറുപ്പിന്റെ ശക്തി കേട്ടാ. അങ്ങനെയാണ് വെളുപ്പിന്റെ അടിക്കും. വെളുത്ത ചേച്ചിമാരും വെളുത്ത ചേട്ടന്മാരും കൈയടിച്ചേ. കണ്ടോ? കാര്യമില്ലടാ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞങ്ങൾ കറുപ്പിനെ കുറിച്ച് പാട്ട് വരെ ഇറങ്ങിയിട്ടുണ്ട്. ഏത് പാട്ട്? പാട്ടാ കറുപ്പ് എനിക്ക് പിടിച്ച കളറ്. ആ വെളുപ്പിനോടുള്ള പാട്ട്. വെളുപ്പിന് ഏത് പാട്ട്? വെളുപ്പിന് അമ്പലത്തിന്റെ ഒക്കെ ചോട്ടി ചെന്ന് ചെയ്യും. മറ്റേ സുപ്രഭാതം കേൾക്കാം. ഒരു കാര്യം പറയട്ടെ, എടാ നമ്മൾ വെളുപ്പിനെ കുറിക്കുന്ന കട്ടൻ ചായയുടെ കളർ എന്താ? കറുപ്പല്ലേ? ആ കട്ടൻ ചായയിൽ ഒഴിക്കുന്ന പാലിന്റെ കളർ എന്നാ? വെളുപ്പല്ലേ? ഓ ഈ പാല് കറക്കാൻ തന്നെ മുരുകൻ നാച്ചിന്റെ കളർ എന്താ? കറുപ്പല്ലേ? ആ കറുപ്പാണ്. അങ്ങനെ നീ അങ്ങനെ കറുപ്പിനെ നീ ആക്ഷേപിക്കണം. എടാ കരയിലെ ഏറ്റവും വലിയ ജീവി എന്താണ്? ആന. ആനയുടെ കളർ കറുപ്പല്ലേ? ആനയുടെ കളർ കറുപ്പാ. പക്ഷെ വിലയുള്ള സാധനം എന്നാ? കൊമ്പല്ലേ? കൊമ്പിന്റെ തറ എന്നാ? വെളുപ്പ്. പിന്നെ വെളുപ്പ്. അങ്ങനെയാണ് ഈ രാഷ്ട്രീയക്കാർ മുഴുവൻ വെളുത്ത കുപ്പായിട്ടാണല്ലോ നടക്കുക. അപ്പൊ വെളുപ്പിനല്ലേ അതിന്റെ വില? പക്ഷെ അവരെ കുപ്പായം വെളുത്തോട്ടെ, പക്ഷെ മനസ്സ് കറുപ്പല്ലേ? അപ്പോഴും കറുപ്പിനാണ് ബൂസ്റ്റ് ചെയ്തത്. ആ കറുപ്പിനെ ബൂസ്റ്റ് ചെയ്ത് അങ്ങനെ അമേരിക്ക പോകാം. അമേരിക്ക എന്താ? അമേരിക്കയിൽ വലിയ ബിൽഡിങ്ങിന്റെ പേരെന്താ? വൈറ്റ് ഹൗസ്. വൈറ്റ് ഹൗസിന്റെ നിറം എന്താ? വെളുപ്പല്ലേ? വൈറ്റ് ഹൗസ് വെളുത്തോട്ടെ, പക്ഷെ അതിനകത്തിരിക്കുന്ന ആള് കറുപ്പല്ലേ? അതാരാ? ഒബാമ. അങ്ങനെ നീ കറുപ്പിനെ നീ ആക്ഷേപിക്കണ്ട. ഏതായാലും എനിക്കൊരു കൈയുടെ വരും. ഒരു കൈയുടെ കിട്ടുന്നേ കേട്ടാ. അപ്പൊ നീ പാട്ട് പാടാൻ വേണം. ഞാൻ പാട്ട് പാടാൻ പോകും. നീ പറഞ്ഞില്ല അങ്ങോട്ട്? ഞാൻ പറഞ്ഞില്ല ഒരു പാട്ട് പാടിച്ചു വന്നോളൂ. എന്റെ ഇട വേറെ പാട്ടല്ലോ. സത്യന്റെ പാട്ട് പഠിച്ചു വന്നോളൂ. നീ സത്യന്റെ പാട്ട് പാടിയിട്ട് വന്നാൽ മതി. അവിടെ ഒരു പെങ്കൊച്ച് ആരെങ്കിലും ഒരു പെങ്കൊച്ചിന് അറിയിക്കണം. ആ ഒരു കൊച്ച്. ഓക്കെ ഓക്കെ. ആ കൊച്ചു മതി. ഞാൻ പൊക്കോട്ടെ അങ്ങോട്ട്. ഞാൻ പൊക്കോട്ടെ? നീ പൊക്കോ. ഇവിടെ വേണ്ട, ആള് വേണ്ട. അതാണല്ലേ എന്നെ കണ്ടറിയാം. പൊക്കോ പൊക്കോ. ആണോ? ശരി എന്നാ ഇവിടുന്ന് പൊക്കോ. അളിയാ സെല്ലുലോയിഡ് സിനിമയിലെ മറ്റേ കാറ്റ പാട്ട്. ആ സത്യം പാടും. പേരെന്നാ? പാതിര. ഇല്ല ആതിര തന്നെയല്ലേ? ഞാനും ഇല്ലേ? അപ്പൊ പാട്ട്
കാറ്റേ നീ പൂക്കാമരത്തിൽ പാട്ടും മൂളി വന്നോ പാട്ടും മൂളി വന്നോ ഞാലി പൂങ്കതളി വാഴ പൂക്കളി അകത്തെ നിറഞ്ഞോ അകത്തെ നിറഞ്ഞോ തൂവൽ വീശി നിന്നോ തൂവൽ വീശി നിന്നോ ഇന്നലെ എങ്ങോ പോയി മറഞ്ഞു ഇന്നൊരു സ്വപ്നം കൂടെ വന്നു എന്തു കരുതൊരു ചിലകട് ചെന്തളിരിൽ തല പൊന്തി വന്നു കുഞ്ഞിളം കൈ വീശി വീശി ഓടിവായോ പൊന്നുഷസേ ഇന്നെനിക്കായി ഓമനിക്കായി മുത്തനി പൂ തൊട്ടിലാടി കാതിൽ തേൻമൊഴി ചൊല്ലാമോ കാറ്റേ കാറ്റേ